ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ദ പ്ലേയിങ് 11. സോ ഇന്ന് സ്ക്രീന് ഫുള്ളായ ആളുണ്ട്. നമുക്ക് ആർ സി ബിയുടെ റിവ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ സ്ക്രീൻ ഫുള്ളായിട്ടുണ്ട്. റോഷന്റെ ഫേവറേറ്റ് ടീം, ഷിനുവിന്റെ ഫേവറേറ്റ് ടീം. Yeah. ഷിനു വെൽക്കം ടു ദ ടീം. Okay. Thank you for having me, guys. Here. Thank you so much. ഷിനു, അപ്പോൾ നമ്മൾ ഇന്ന് ആർ സി ബിയുടെ ലാസ്റ്റ് ടീമാണ്. നമ്മൾ ബാക്കി 9 ടീമുകളുടെയും റിവ്യൂ നമ്മൾ നോക്കി. നമ്മൾ Okay. 10ാമതായിട്ട് ആർ സി ബിയെ നോക്കുന്നത്. ആർ സി ബിയുടെ എന്തുകൊണ്ട് ഇത്ര ലേറ്റ് ആയി എന്ന് ഫാൻസുകാർ ആരെങ്കിലും ചിന്തിച്ചാൽ ആർ സി ബി എന്താ അറിയോ ഫാൻസിന്റെ അവൈലബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ഇത്തവണ വെയിറ്റ് ഒരു ചെയ്ത് പക്ഷേ നിൽക്കായിരുന്നു. ഒരു പക്ഷേ റോഷൻ മെയിൻ ആയിട്ട് IPL-ലെ റോഷന്റെ 18th അവൈലബിലിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അതെ സോ അതെ അതേപോലെ Yeah, definitely. ഇത്തവണ 18th എഡിഷൻ ആണ് IPL-ന്റെ. ആ 18 എന്ന് പറയുന്നത് ഞങ്ങള് RCB-ക്കാര് കൺസിഡർ ചെയ്യുന്നത് വൺ ഓഫ് ദി ലക്കിയസ്റ്റ് നമ്പർ ആയിട്ടാണ്. ആ ബിക്കോസ് കിങ് 18ാമത് കോഹ്ലിന്റെ നമ്പർ, ജേഴ്സി നമ്പർ 18ാമത്തെ ആണ്. കപ്പടിക്കും എക്സാക്ട്ലി ഈ അപ്പൊ ഈ ടെക്നിക്കലി വർഷവും നമ്മൾ ഈ സാലേ കപ്പ് കപ്പടിച്ചിട്ടില്ല നമ്മള്. എന്നുള്ളൂ. അതെ, ടെക്നിക്കലി ഞങ്ങൾ കപ്പടിച്ചിട്ടില്ല എന്നുള്ളൂ. പക്ഷെ കിരീടങ്ങൾ ഒരുപാട് കിട്ടിയ ഫീലിങ്സ് ആണ് RCB-ക്ക്. ഏതാ Kind of. കിരീടങ്ങള്? അത് ഞങ്ങൾക്ക് എല്ലാ സീസണിലും എന്താ പറയാ സ്മരണീയമായിട്ടുള്ള പെർഫോമൻസസ് ഉണ്ടാവും. എന്റർടൈൻമെന്റ് അതേപോലെ കപ്പില്ലെങ്കിലും എന്റർടൈൻമെന്റ് ഉണ്ട്. എന്റർടൈനിങ് ആണ്. എക്സാക്ട്ലി. എന്റർടൈൻമെന്റിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു ലാസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്നത്. അതെ, അതെ അതെ, ഫൈനലിനോളം കമ്പയർലി വന്ന ഒരു ലാസ്റ്റ് അതെ മാച്ച്. അത് നമുക്ക് ഒരിക്കലും എന്താ പറയാ നമ്മുടെ ഈ കഴിഞ്ഞ 17 വർഷത്തിനിടയ്ക്ക് നമുക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യം കപ്പില്ലാന്നുണ്ടായിരുന്നെങ്കിലും സീസൺ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു കഴിഞ്ഞു പോയത്. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി തഴഞ്ഞിട്ട് കുറച്ച് ഭാഗ്യക്കേട് കൊണ്ട് 1-2 മാച്ചസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ KKR ആയിട്ട് നമ്മൾ ബിഗ് സ്കോർ ചേസ് ചെയ്ത സമയത്ത് ഒരു 1-1 പോയതും അങ്ങനത്തെ കുറെ ഉണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് 1% ചാൻസിന് നമ്മുടെ വിരാട് കോഹ്ലി തന്നെ സ്റ്റേറ്റ്മെന്റ് മുമ്പ് പറഞ്ഞിരുന്ന പോലെ 1% to 10, 10 to 50, 50 to 100. അത് ആ ഒരു ലാസ്റ്റ് സീസണിലെ ഒരു അച്ചീവ്മെന്റ് ഭയങ്കര അതൊരു ഡ്രീം നമുക്കൊരു റണ്ണായിരുന്നു പ്രൗഡായിരുന്നു. സത്യം പറഞ്ഞ ശരിക്കും. കാരണം അതെ നമ്മളൊരു 7 മാച്ച് തുടർച്ചയായിട്ട് ജയിച്ചാൽ മാത്രം പോരാ, ബാക്കിയുള്ള ടീമുകളുടെ കുറെ റിസൾട്ട് റിസൾട്ട്സ് റൺ കൂടി റേറ്റും കാര്യങ്ങളൊക്കെ ഫേവർ തന്നെ ആയിട്ട് വരണം എന്നുള്ളൊരു മാച്ചസ് സിറ്റുവേഷനിൽ ആയിരുന്നു. നിന്ന് ക്വാളിഫൈ എന്ന് പറയുന്നത് ഒരു ഡ്രീം റണ്ണാണ്. സോ ഇത്തവണ നമുക്ക് ആർ അതുകൊണ്ടാണ് സി ഞാൻ ബി പറഞ്ഞത്. എങ്ങനെ ടീം സെറ്റിൽ ഡൗൺ ആയിരിക്കുന്നത്, വലുതായിട്ടുള്ള റിട്ടൻഷൻ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ പ്രാവശ്യവും ഒരു ഫുൾ റിട്ടൻഷൻ എക്സാക്ട്. ചെയ്യുന്ന ഒരു ടീമാണ് ആർ സി ബി. പക്ഷെ ഇത്തവണ എല്ലാവരും ലാസ്റ്റ് വിട്ടു. സീസണിൽ അതെ ആറ് പ്ലേയേഴ്സിനെ റിട്ടൈൻ ചെയ്യാൻ പറ്റിയിട്ട് പോലും ഇത്തവണ 3 പ്ലേയേഴ്സിനെ മാത്രമേ നമ്മൾ റിട്ടൈൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ഏറ്റവും വലിയെന്ന് പറയുന്നത് ഫാഫ് ഡു പ്ലസീസ്, നമ്മളെ ക്യാപ്റ്റൻ ആയിട്ടായിരുന്ന ഫാഫ് ഡു പ്ലസീസിനെ ഒഴിവാക്കിയിട്ടുണ്ടായത്. ഫാൻസിനെ സംബന്ധിച്ച് ഡിസപ്പോയിന്റിംഗ് ആണെന്നുണ്ടെങ്കിൽ, പക്ഷെ കൺസിഡറിംഗ് ഹിസ് ഏജ്, അല്ലെങ്കിൽ അടുത്തൊരു 3 വർഷത്തേക്ക് കൂടി ഫാഫിനെ കീപ്പ് ചെയ്യാന്ന് പറയുന്ന ഒരു റിസ്ക് ഒഴിവാക്കി എന്നാണ് അതിന് മനസ്സിലാക്കാനുള്ളത്. അതെ. സോ ഏറ്റവും കൂടുതൽ ക്യാഷ് വെറ്റ് വന്നവരാണ്. പട്ടിദാരം നിലനിർത്തി, യെസ്. വിരാട് കോഹ്ലി നിലനിർത്തി, യാഷ് ദയാൽ നിലനിർത്തി. യാഷ് ദയാൽ അൺക്യാപ്ഡ് ആയതുകൊണ്ട്. സോ 3 പ്ലേയേഴ്സിനെ നിലനിർത്തി ബാക്കി ഫുൾ ഓപ്ഷനിൽ പോവുകയായിരുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു KL രാഹുലിന് ഡെഫിനറ്റ്ലി പോകും. സോ ഒരു കർണാടക ബോയ്, ഒരു ലോക്കൽ ബോയ്ക്ക് പോകുന്നു വിചാരിച്ചു. ലോക്കൽ ബോയ്സ് പക്ഷെ സപ്പോർട്ട്. ഒരു ബിഡ് പോലും ചെയ്തില്ല. സോ അതൊരു ഗുഡ് മൂവ് ആയിരുന്നു അല്ലെങ്കിൽ റോഷൻ? ഫോർ മീ ഇറ്റ്സ് എ ഗുഡ് മൂവ് ബിക്കോസ് ഐ തിങ്ക് നമുക്കൊരു ആങ്കർ റോൾ കളിക്കാനായിട്ട് ഒരു ഓപ്പണിംഗ് റോളിൽ നമുക്ക് ഓൾറെഡി വിരാട് കോഹ്ലി ഉണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു ആങ്കർ ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറിനെ അല്ല. നമുക്ക് അവർക്കൊരു 6 പവർ പ്ലേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബിഗ് ഹിറ്റർ പോലത്തെ ഒരു പ്ലെയറിനെ തന്നെയായിരുന്നു വേണ്ടത്. അത് രജപ്പെടുത്താറ് നമുക്ക് ഓൾറെഡി. പിന്നെ ഇപ്പൊ ഈ സീസണിൽ എനിക്ക് തോന്നുന്ന ഒരു വെൽ ബാലൻസ്ഡ് ആണ്. കമ്പയർ ടു ലാസ്റ്റ് 17 സീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെൽ ബാലൻസ് ടീമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു വെൽ ബാലൻസ്ഡ് ആണ്. അൺഎക്സ്പെക്ടഡ് ആയി പോയത് റിട്ടൻഷൻ ലിസ്റ്റിൽ സിറാജിനെ ഒഴിവാക്കിയത് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അൺഎക്സ്പെക്ടഡ് ആയത് എന്ന് പറയാനുള്ളത്. ബട്ട് ബാക്കിയെല്ലാം ഓപ്ഷനിൽ ഒരുപാട് കൂട്ടി അങ്ങനെ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ലൈനപ്പ് സാറ്റിസ്ഫൈഡ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. സോ ഷിനു, ടീം നിങ്ങൾ എടുത്ത ടീം, യാഷ് ദയാൽ അങ്ങനെ 3 പ്ലേയേഴ്സിനെ നിലനിർത്തി ബാക്കി എടുത്ത ടീം, ഈ എടുത്ത ടീം പ്ലേയേഴ്സ് എല്ലാം കുറെ ഫോമൗട്ട് ആണല്ലോ. ലിവിങ്സ്റ്റൺ ആയിക്കോട്ടെ, സോൾട്ട് ആയിക്കോട്ടെ, അതെ ടിം ഡേവിഡ് കുറെ കാലമായിട്ട് ഇപ്പൊ ഓസ്ട്രേലിയയിൽ പോലും കളിക്കുന്നില്ല. എനിക്ക് ഈ ടീമിന്റെ ലൈനപ്പിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാല്, ഫസ്റ്റ് തിങ് ഇപ്പൊ നമ്മള് സ്റ്റാർട്ടിങ് ഫ്രം RCB ആയതുകൊണ്ട് നമുക്ക് കമ്മിങ് ഫ്രം നെഗറ്റീവ് സൈഡ് നമുക്ക് നോക്കാം. ഒന്ന്, റോഷൻ പറഞ്ഞ പോലെ തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ അഭാവം നമുക്കുണ്ടാവും. ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ആയിട്ട് നമുക്ക് കളിപ്പിക്കാൻ ആകെ ഉണ്ടാവുക കൃണാൽ പാണ്ഡ്യയാണ്. കൃണാൽ പാണ്ഡ്യന്റെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് നമുക്കറിയാം. ജേക്കബ് ബത്തലിന്റെ സ്റ്റാറ്റസ് ഉണ്ടോ? ഇൻജോർഡ് ആണോ അതോ? ജേക്കബ് ഇല്ലല്ലോ, ജേക്കബ് ബത്തൽ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത്. ജോസ് ഹേസൽവുഡും അവൈലബിൾ ആണ്. ഓസ്ട്രേലിയന്റെ ബോർഡിന്റെ ഒരു ഡിസിഷൻ എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഒരു പ്ലേയേഴ്സിനെ റിലീസ് ചെയ്യൂ.
സോ ഹേസൽവുഡ് കംപ്ലീറ്റ്ലി ഫിറ്റ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊരു മേജർ കൺസേണുമാണ്. അതേപോലെ തന്നെ കൃണാൽ പാണ്ഡ്യക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഫസ്റ്റ് 11 ചാൻസ് വരാനുള്ള ഒരു പ്രോബബിലിറ്റി ആണ്. ലെഫ്റ്റ് ഹാൻഡിങ് നല്ലൊരു ബാറ്റ്സ്മാൻ ലെഫ്റ്റ് ഹാൻഡർ ഉണ്ടല്ലോ ടീമില്. നമുക്ക് പേര് ശരിക്കും റംഷാദ് പറഞ്ഞു പറയും. കഴിഞ്ഞാൽ ദേവദത്ത് പഠിക്കലുണ്ട്. അല്ല ദേവദത്ത് പഠിക്കൽ എന്താണെന്ന് വെച്ചാലേ എന്നെ ഫിലിപ്പ് സംബന്ധിച്ചിടത്തോളം സാൾട്ട് ബിഗ് ബാക്ക് സബ് ആയിട്ട് ദേവദത്ത് പഠിക്കലിനേക്കാളും ബെറ്റർ ഓപ്ഷൻ മനോജ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഉം. അത് മ- IPL probably. experience ഇല്ലല്ലോ. അവര് ഏ? കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് ദേവദത്ത് പഠിക്കൽ തന്നെയായിരിക്കും. IPL experience കുറവാണ്. ദേവദത്ത് പഠിക്കൽ നമ്മൾ എങ്ങനെ കാണണം എന്ന് പറയുകയാണെങ്കിൽ, ഫിലിപ്പ് സാൾട്ട് എന്ന് പറയുന്നത് ഒരു അഗ്രസീവ് ബാറ്റ്സ്മാൻ. അല്ലെങ്കിൽ ചിന്നസ്വാമി പോലത്തെ ഒരു സ്റ്റേഡിയത്തിൽ എന്തായാലും ഒരു എന്താ പറയാ, നമുക്ക് ഇപ്പം AB de Villiers പോലെ അല്ലെങ്കിൽ ഫാൻസ് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ് ഫിലിപ്പ് സാൾട്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ബോൾ മുതൽ പവർ ഷോട്ട്സ് കളിക്കുന്നുള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം എന്താ പറയാ ഫസ്റ്റ് 11 പ്ലേസ് ഉണ്ടാവും എന്നുള്ള ഡൗട്ടാണ് നമുക്ക്. അങ്ങനെ പക്ഷെ ഫിലിപ്പ് ആദ്യം സാൾട്ടിനെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ദേവദത്ത് പഠിക്കലായിരിക്കും ഓപ്പണിംഗിൽ വരിക. ഓ അതല്ല ഡെഫിനറ്റ്ലി ഇല്ല, എന്നുണ്ടെങ്കിൽ ഒരിക്കലും ചാൻസ് ഓപ്പൺ ഇല്ല, ചെയ്യാനൊന്നും ചാൻസ് ഇല്ല. ഒരിക്കലും കാരണം ചാൻസ് ഇല്ല. ഫിൽ സാൾട്ട്, കാരണം വിരാട് കോഹ്ലി. ദേവദത്ത് പഠിക്കൽ ആൻഡ് വിരാട് കോഹ്ലി ഡെഫിനറ്റ്ലി they will not go for that. പഠിക്കൽ ബട്ട് വേറെ വന്നതേ ഉള്ളൂ. ബട്ട് എനിക്ക് ഫിലിപ്പ് സാൾട്ടിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ ഇപ്പൊ വേറൊരു ഓപ്പണിംഗ് പ്ലെയർ ആയിട്ട് വിരാട് കോഹ്ലിന്റെ കൂടെ കൊണ്ടുവരാൻ പറ്റിയ ഒന്നുകിൽ ജേക്കബ് ബദലിനെ കൊണ്ടുവരണം. ജേക്കബ് ബദൽ ഫസ്റ്റ് അല്ലെങ്കിൽ തേർഡ് വരുമ്പോൾ 1 down ആയിട്ട് വരുമ്പോഴാണ് ജേക്കബ് ബദൽ യൂഷ്വലി ഡൊമസ്റ്റിക് ലീഗ്സിലാണെങ്കിലും ഒക്കെ പെർഫോം ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. ദേവദത്ത് പഠിക്കലിനും അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട്. RCB എപ്പോഴും അങ്ങനത്തെ ഒരു കൺസിഡറേഷനിലും പ്ലേയേഴ്സിനെ കീപ്പ് ചെയ്യാറുണ്ട്. സോ മേ ബി അവർ ദേവദത്ത് പഠിക്കലിനെ ഇൻ കേസ് ഫിലിപ്പ് സാൾട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ, കാരണം ഒരു ജിതേഷ് ശർമ്മനെ അത്യാവശ്യം എനിക്കൊന്ന് 6 crore എങ്ങാനും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ ഓപ്ഷനിൽ റിട്ടേൺ അവർ പർച്ചേസ് ചെയ്തത്. സോ അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് അവർ ചെയ്തിടായില്ല. പ്രത്യേകിച്ച് ഈ വർഷത്തെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ കൈൻഡ് ഓഫ് എൻ എക്സ്പെരിമെന്റ് അവർ ബോളിംഗ് സൈഡിലും കാണാനുണ്ട്. സോ പഠിക്കലിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമാശക്ക് ട്രോളുമെങ്കിലും ബട്ട് പഠിക്കൽ ആക്ച്വലി RCB ഉണ്ടായിരുന്നപ്പോൾ നന്നായിട്ട് കളിച്ചിരുന്നു. ആദ്യ സീസണിൽ നല്ല സ്റ്റിൽ റിമെമ്പർ രാജസ്ഥാന്റെ കൂടെയുള്ള ഒരു 10 വിക്കറ്റ് വിന്നിലൊക്കെ ഇവരുടെ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കോഹ്ലിക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റിയത് പഠിക്കൽ ഇസ് ലൈക്ക് ഒരു സ്കോർ ചെയ്യുന്നത് സിക്സറിലൂടെ അല്ലാന്നുണ്ടെങ്കിലും he will definitely score that runs through the ബൗണ്ടറീസ് കണ്ടെത്തി റൺസ് സ്കോർ ചെയ്യാനായിട്ട് നല്ല കഴിവുള്ള ആളാണ് പുള്ളി. പക്ഷെ ഇപ്പത്തെ സ്റ്റൈൽ ഓഫ് ക്രിക്കറ്റിന് ഈ വിരാട് കോഹ്ലിയും പഠിക്കലും എല്ലാരും കൂടി ഒരുമിച്ച്, കൃണാൽ പാണ്ഡ്യ എല്ലാരും കൂടി ഒരുമിച്ചൊക്കെ ബാറ്റ് ചെയ്താ മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പത്തെ ഒരു സ്റ്റൈൽ ഓഫ് ക്രിക്കറ്റിന് മാച്ച് ആവില്ല എന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക്. അതാണ് ഒരു ആകെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് കേസിൽ. അവരുടെ ടോപ്പ് ബാറ്റിംഗ് ഓർഡർ ഭയങ്കര പവർഫുൾ ആണ്, ഭയങ്കര അഗ്രസീവ് ആണ്. പക്ഷെ ആ ഒരു അഗ്രസീവ്നെസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എന്താ പറയാ മിഡിൽ ഓർഡറും ബോട്ടം ഓർഡറും അവർക്കില്ല. എന്റെ പ്ലേയിങ് ലെവലിൽ ഫിലിപ്പ് സാൾട്ടും വിരാട് കോഹ്ലിയും തന്നെ ആയിരിക്കും ഓപ്പണിംഗ്. ഓക്കെ, മേ ബി അവര് ജേക്കബ് ബദലിനെ ഫസ്റ്റ് മാച്ചിലൊന്നും അവർ കൊണ്ടുവരാൻ ശ്രമിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ രജത് പട്ടിദാർ 1 down ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. ഞാൻ വിചാരിക്കുന്നത് ലിവിങ്സ്റ്റോൺ ആണ് 1 down ആയിട്ട് വരിക. ആൾക്ക് നല്ലൊരു സ്റ്റാർട്ട് കിട്ടി, കുറച്ച് പവർ പ്ലേയിൽ ചിലപ്പോൾ ഒരു പക്ഷെ ഒന്ന് കുറച്ച് പവർ ഷോട്ട്സ് നോക്കാം. പിന്നെ ആളൊന്ന് സെറ്റിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ക്യാൻ ഗോ അറൌണ്ട് 10 to 12 overs വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം അവർ കൃണാൽ പാണ്ഡ്യൻ രജത് പട്ടിദാർ വരും. പട്ടിദാറിന് ശേഷം അവർ കൃണാൽ പാണ്ഡ്യനായിരിക്കും ട്രൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലെഫ്റ്റ് ഹാൻഡിങ് ബാറ്റ്സ്മാൻ കോംബോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മിഡിൽ ഓവേഴ്സിലൊക്കെ അവർക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാനൊക്കെ ഒരു ലെഫ്റ്റ് റൈറ്റ് കോംബോ വേണം എന്നുള്ളത് തോന്നുമ്പോൾ ഒരു മേ ബി അവർ കൃണാൽ പാണ്ഡ്യനെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അഗെയിൻ അവരെ നെക്സ്റ്റ് വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള ജിതേഷ് കുറച്ച് പവർ ഹിറ്റർ ആണ്. ആളെ മിഡിൽ ഓർഡേഴ്സിൽ കൊണ്ടുവന്നിട്ട് അവർ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാതെ ചുമ്മാ പവർ ഷോട്ടിന് ശ്രമിക്കുക വിചാരിക്കില്ല. അപ്പോൾ കൃണാൽ പാണ്ഡ്യക്ക് ശേഷം ജിതേഷ് ആയിരിക്കും വരാൻ ചാൻസ്. ഇങ്ങനെ ആയിരിക്കും അവരൊരു ബാറ്റിംഗ് ലൈനപ്പ് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതിനുശേഷം മേ ബി അവര് റാസിഖ്ദാർ സാലത്തിനും ഒരു പക്ഷെ അവർ ഇൻക്ലൂഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഭുവനേശ്വർ കുമാർ, ഒബ്വിയസ്ലി ഭുവനേശ്വർ കുമാർ ഉണ്ടാവും. പിന്നെ ഹേസൽവുഡ് ഉണ്ടാവും, യശ് ദഹാൽ ഉണ്ടാവും മതി. അങ്ങനെ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അവർ ഇതായിരിക്കും. എൻഗീദിനൊക്കെ അവര് ഹേസൽവുഡിന്റെ ഒരു പാരലൽ ആയിട്ടായിരിക്കും അവർ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ എൻഗീദി ഫസ്റ്റ് 11 വരാൻ ചാൻസ് ഇല്ല. ഹേസൽവുഡ് എന്തെങ്കിലും ഇഞ്ചറി കൺസേൺസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർ എൻഗീദിക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുക. പിന്നെ റൊമാരിയോ ഷെപ്പേർഡ് ഉണ്ട്. ഷെപ്പേർഡിന് നമുക്കറിയാം, ഷെപ്പേർഡിന്റെ ബോളിംഗ് അത്ര എന്താ പറയാ പീക്ക് ലെവലല്ല. പക്ഷെ സെർട്ടൈൻ പിച്ചസിൽ ഷെപ്പേർഡിനെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും, പിച്ച് കുറച്ച് സ്ലോ ആണെങ്കിലോ. ഷെപ്പേർഡ് ഈസ് ആക്ച്വലി ഗുഡ് പ്ലെയർ. ഷെപ്പേർഡ് കഴിഞ്ഞ തവണ മുംബൈ ശരിക്കും യൂസ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം.
സോ നമുക്ക് ഷെപ്പേർഡ് കേസിലോട്ട് വരാം. നമുക്ക് പക്ഷെ ഷെപ്പേർഡിന് ഒരു പക്ഷേ ബോളിംഗിലേക്കും കൂടി നമ്മളൊരു ഓൾറൗണ്ടർ എന്ന നിലയ്ക്ക് നമ്മൾ ഷെപ്പേർഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇന്ത്യന്റെ പിച്ചസിൽ ഷെപ്പേർഡിന് നന്നായിട്ട് എന്താ പറയാ മിഡിൽ എന്താ പറയാ ഒരു ആവറേജ് മീഡിയം പേസർ ആയിട്ടാണ് ഷെപ്പേർഡ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഷെപ്പേർഡ് ഒരു ഒരു പക്ഷേ ബാറ്റിംഗ് ഓൾറൗണ്ടർ. എക്കോണമിയിൽ പുറത്തു പോകും. പ്രൈമറി എബിലിറ്റി ഈസ് ബാറ്റിംഗ്. ഈസ് എ ഹിറ്റ് ബിഗ് ഹിറ്റർ. അതെ, പ്രൈമറി ബാറ്റിംഗ്. ബോളെ കയ്യിൽ കാണിക്കരുത്. പുള്ളി ബോൾ എനിക്ക് തോന്നുന്ന മറ്റൊരു കൺസേൺ ആണ് റൊമേരിയോ തോന്നുന്നത് ഷെപ്പേർഡിനും പുള്ളിയുടെ കൂടി ഒരു ഈ ഒരു strike പവർ rate റേറ്റിലേക്ക് എന്നുള്ളത് കൊണ്ടുവരണമെന്നില്ല. സോ ഓൾറെഡി നമുക്കിപ്പോ റോഷന്റെ സൈഡിൽ നിന്ന് ഒരു പ്ലേയിങ് 11 എങ്ങനെയാണ്? എന്റെ അഭിപ്രായത്തിൽ കംപ്ലീറ്റ്ലി ഫിൽ സോൾട്ട് ആൻഡ് വിരാട് കോഹ്ലി വിൽ ഓപ്പൺ ദ ഇന്നിങ്സ്. ദെൻ വൺ ഡൗൺ ഡെഫിനറ്റ്ലി രജത് പട്ടിദാർ. അതിനുശേഷം ജിതേഷ് ശർമ്മ ആയിരിക്കും എന്റെ ഒരു ഓപ്ഷൻ. പിന്നെ അത് ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻ, എങ്ങനെയാണ് എത്ര ഓവർ വരെ പോകുന്നുള്ള രീതിയിൽ ആയിരിക്കും അത് കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം എന്റെ പേഴ്സണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജേക്കബ് ബത്തലിനേക്കാളും ഐ വിൽ പ്ലേസ് റൊമേരിയോ ഷെപ്പേർഡ്. ദെൻ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ പിച്ചസിൽ ചിന്നസ്വാമി പോലെയുള്ള പിച്ചസിൽ എനിക്ക് തോന്നുന്നു റൊമേരിയോ ഷെപ്പേർഡ് ഒരു ഹിറ്റർ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെയൊക്കെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ 220 ആയിരിക്കും ഒരു ഡിഫെൻഡബിൾ ടോട്ടൽ എന്ന് പറയുന്നത്. സോ റൊമേരിയോ ഷെപ്പേർഡ് പിച്ചിന്റെ കാര്യത്തില് പിച്ച് റോഷൻ മെൻഷൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് പറയണം തോന്നിയതാണ്. ലുക്കിംഗ് ടു അവരുടെ ഒരു ലൈനപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓവറോൾ ടീം കോംബോ നോക്കുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരു ഡെഡ് പിച്ച് ആയിരിക്കും ഇത്തവണ ചിന്നസ്വാമിയിൽ എന്നുള്ളത്. ചിന്നസ്വാമി ചിന്നസ്വാമിയില് ഇത്തവണ പിച്ചിന്റെ എന്തെങ്കിലും മാത്രമല്ല, കുറച്ചൊരു ലൈഫ് ഉണ്ടാവും. ചിന്നസ്വാമിയുടെ ബൗണ്ടറി ലെങ്ത്തുകളാണ് നമുക്ക് അതൊരു പിച്ചിനേക്കാളും കൂടുതൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ബൗണ്ടറി ലെങ്ത്തുകളാണ്. അവിടെ എന്ന് പറയുമ്പോൾ ഒരു സ്പിന്നറിനെ ഇപ്പൊ പറയാം ഒരു വെസ്റ്റ് ഇൻഡീസ് പ്ലെയർ എന്ന് പറയുമ്പോൾ അവരുടെ കൈക്കരുത്ത് തന്നെയാണ്. അവരുടെ എബിലിറ്റി എന്ന് പറയുന്നത് കൈക്കരുത്ത് തന്നെയാണ്. സോ റൊമാരിയോ ഷെപ്പേർഡ് പോലെ ഒരു പ്ലെയർ ചിന്നസ്വാമിയിൽ ക്ലിക്ക് ആയാൽ നമുക്ക് KKRന്റെ റസൽ എങ്ങനെയാണോ അതേ ലെവലിലായിരിക്കും RCBക്ക് റൊമാരിയോ ഷെപ്പേർഡ്. ഐ തിങ്ക് വിരാട് കോഹ്ലി വിൽ ഓപ്റ്റ് ഫോർ റൊമാരിയോ ഷെപ്പേർഡ്. അവന് അതുപോലെയുള്ള പ്ലേയേഴ്സിന് താല്പര്യം കൂടുതലാണ്. ഓവർ ദ സ്പിന്നേഴ്സ് ഹി പ്രിഫർ ദ പേസ്. ഒരു പേസ് ഓൾറൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് വിരാട് കോഹ്ലി ആയിരിക്കും അത്. സോ റൊമാരിയോ ഷെപ്പേർഡ് ഓവർ ദ ജേക്കബ് ബത്തൽ, ദെൻ ലിവിങ്സ്റ്റൺ, ദെൻ സുയാഷ് ശർമ്മ. ഡെഫിനറ്റ്ലി സുയാഷ് ശർമ്മ ബട്ട് ഇൻജേർഡ് ആണ്. ഫസ്റ്റ് കളികൾ കളിക്കാൻ ചാൻസ് ഇല്ല. ഫസ്റ്റ് കളികൾ സോ ഐ ഡോണ്ട് നോ ദാറ്റ്. സോ സുയാഷ് ശർമ്മ ഇൻജേർഡ് ആണെന്നുണ്ടെങ്കിൽ we can opt for the Jacob Bithal already. Romario Shepard. Where spinners? Swapnil Singh. Sorry? Swapnil Singh. Yeah, we have Swapnil Singh. Yeah, Swapnil Singh എനിക്ക് തോന്നുന്നു അത്യാവശ്യം ബാറ്റും ചെയ്യും പുള്ളി. ലോവർ ഓർഡർ അത്യാവശ്യം ലോവർ മിഡിൽ ഓർഡർ ലോവർ മിഡിൽ ഓർഡർ പുള്ളി ചെയ്യും. ബാറ്റ് ചെയ്യാവുന്ന ഒരു പ്ലെയർ ആണ്. സോ സ്വപ്നിൽ സിംഗ് ഓർ സുയാഷ് ശർമ്മ ഡിപ്പെൻസ് ഓൺ ഇഞ്ചുറി ഇല്ലാന്നുണ്ടെങ്കിൽ സുയാഷ് ശർമ്മ ഡെഫിനറ്റ്ലി. അതിനുശേഷം ഹേസൽവുഡ്, ഭുവനേശ്വർ കുമാർ, യാഷ് ദയാൽ. അത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ് ആ ഒരു ത്രയം എന്ന് പറയുന്നത്. സോ അങ്ങനെയായിരിക്കും എന്റെ ഒരു പ്ലേയിങ് 11 വരുന്നത്. എസ്പെഷ്യലി ഞാൻ ബേസ് ചെയ്ത് പറയുന്നത് ചിന്നസ്വാമി പിച്ചാണോ. അതെ അതെ. നോക്കിയിട്ടുണ്ടോ? ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു പിന്നെ റൊമാരിയോ ഷെപ്പേർഡ് എന്തായാലും 11 ഉണ്ടാവും, മസ്റ്റാണ്. കാരണം ബാറ്റിംഗ് ഓൾറൗണ്ടർ ആയതുകൊണ്ട്. പിന്നെ ഒരു പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നുവാൻ തുഷാര എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്. പക്ഷെ ആർക്ക് പകരം പ്രശ്നം എന്താന്ന് വെച്ചാൽ സോൾട്ട് സെർട്ടനിറ്റി ആണ്, ലിവിങ്സ്റ്റൺ സെർട്ടനിറ്റി ആണ്, ഹേസൽവുഡ് സെർട്ടനിറ്റി ആണ്. പിന്നെ നാലാമതുള്ള ഫോറിനർ അതിന് ബെത്തല് കളിക്കോ ടിം ഡേവിഡ് കളിക്കോ മൂന്നിലും ഒരാളെ കളിക്കോ എന്നുള്ളത്. ടിം ഡേവിഡിന്റെ പേര് ആരാ പറഞ്ഞില്ല. എനിക്ക് മിസ്സായ പേര് ടിം ഡേവിഡ് ആണ്. ആക്ച്വലി ഫിലിപ്പ് സോൾട്ടിനെ പോലെ തന്നെ മേ ബി മറ്റൊരു എന്റർടൈനർ ആവാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് ടിം ഡേവിഡ്. മേ ബി RCB ഫാൻസ് കുറച്ച് അട്രാക്റ്റീവ് ആവും. RCBന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അവിടെ ഒന്നും കഴിഞ്ഞിട്ട് വിചാരിക്കാത്ത പ്ലേയേഴ്സ് പലപ്പോഴും ഭയങ്കര ഹിറ്റേഴ്സ് ആയിട്ടുണ്ടാവും. അത് ചിന്നസ്വാമിന്റെ ഒരു മൂഡാണത്. അങ്ങനെ ഒരു പ്ലെയറിന് പറഞ്ഞു വിചാരിക്കാതെ ഒരു RCB പ്ലെയർ പറ. മുഹമ്മദ് സിറാജ് ലാസ്റ്റ് സീസണിലെ ദിനേശ് കാർത്തിക് വാസ് വൺ ഓഫ് ദി പെർഫെക്റ്റ് അൺഎക്സ്പെക്ടഡ്. ദിനേശ് കാർത്തിക്കിന്റെ പെർഫോമൻസ് എത്രത്തോളം കഴിഞ്ഞ ഒരു സീസണിൽ അവർക്ക് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ദിനേശ് കാർത്തിക് പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് RCB ഇത്രത്തോളം മുമ്പോട്ട് പോകുന്നുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. RCB ഫാൻസ് ഹേർട്ടാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. പക്ഷെ ഈ 10 ടീമുകളിൽ ഏറ്റവും മോശം സ്കൗട്ടിങ് നടക്കുന്ന ടീം എന്ന് പറയുന്നത് RCB ആണ്.
RCB എപ്പോഴും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാനാണ് ശ്രമിക്കുക. ഇത്തവണ കുറച്ച് ഞാൻ മാറ്റങ്ങൾ agreed ആണ്, കാരണം ഞാൻ agreed ആണ് ഒന്നുകിൽ അതില്. ഒരു 3-4 ഗൺ പ്ലേയേഴ്സിനെ കൊണ്ടുവരും. ഇപ്പൊ ലൈക്ക് ഗെയിൽ, AB de Villiers, വാട്സൺ, അങ്ങനെ ഒരു ആൾക്കാരെ കൊണ്ടുവരും. കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ മാക്സ്വെൽ, ഫാഫ്, അങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്ഡ് പ്ലേയേഴ്സിനെ കൊണ്ടുവരും. ഇപ്പൊ ഒരു മുംബൈനെ പോലെ അല്ലെങ്കിൽ ഒരു രാജസ്ഥാനെ പോലെ, അപ്പൊ അങ്ങനെ ഒരു CSKനെ പോലെ ഒരു എവിടെയും നമ്മൾ കാണാത്ത ഒരു പ്ലെയറിനെ കൊണ്ടുവന്ന് നിർത്തി അവരിനെ ബാക്ക് ചെയ്തു വളർത്തി വരുന്ന കാര്യത്തിൽ വളരെ പുറകോട്ടാണ് RCB. കാരണം എനിക്ക് തോന്നുന്നില്ല വിരാട് കോഹ്ലിക്ക് ഇത്രയും ബ്രാൻഡ് വാല്യൂ ഇല്ലെങ്കിൽ വേണമെങ്കിൽ വിരാട് കോഹ്ലിന്റെ വില റിലീസ് ചെയ്തിട്ടുണ്ടാവും. ഈ സീസണിൽ നമ്മള് RCBന്റെ ഒരു ടീമിന്റെ ഡെപ്ത് അല്ലെങ്കിൽ ഒരു സ്ക്വാഡിന്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു എത്രത്തോളം ത്രെട്ട് ആയിരിക്കും ബാക്കിയുള്ള ടീമിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ RCB എന്താ പറയാ കമ്പാരിറ്റീവ്ലി കുറച്ച് വീക്ക് ആയിട്ടാണ് ഇപ്പോ പ്രീ ടൂർണമെന്റ് അനാലിസിസ് എന്നുള്ള ആൾക്ക് തോന്നുന്നത്. എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫിലിപ്പ് ചാൾട്ട് ലാസ്റ്റ് ഇപ്പോൾ ബിഗ് ബാഷ് ലീഗിലൊന്നും അത്ര ഫോം കളിച്ചിട്ടുണ്ടായില്ല. ഈ ടിം ഡേവിഡും അത്ര ഫോമിലല്ല. ലിവിങ്സ്റ്റോൺ ഇപ്പൊ ലാസ്റ്റ് ഇന്ത്യ ആയിട്ടുള്ള സീരീസിലൊന്നും അത്രത്തോളം പെർഫോമിംഗ് ആയിരുന്നില്ല. അതെ, ഫിൽസോൾട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് സീസണിലൊക്കെ ആരും എടുക്കാതിരുന്ന ഒരു പ്ലെയർ ആണ്. ബട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് വന്ന് KKRലേക്ക് വന്ന് ആ ഒരു സ്റ്റാർട്ടിൽ വന്ന് അവരുടെ KKRന്റെ ഒരു വിന്നിംഗ് സ്ട്രീക്കില് ഫിൽസോൾട്ട് എന്ന് പറഞ്ഞൊരു പ്ലെയർ എങ്ങനെയായിരുന്നു, അതാണ് നമ്മൾ RCB ഫാൻസ് ഇത്തവണ എക്സ്പെക്ട് ചെയ്തത്. വിൽ ജാക്സൺ എന്തുകൊണ്ട് വിട്ടു കളഞ്ഞു റോഷൻ? കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞോളൂ മുംബൈ എടുത്തിട്ട് പോയി കെട്ടിപ്പിടിക്കുന്ന ആക്ച്വലി ലിവിങ്സ്റ്റണിനെ ആ ഒരു ഇതിന് എടുക്കുന്നതിന് ഭേദം വിൽ ജാക്സനെ റിട്ടൈൻ ചെയ്യുന്നതായിരുന്നു ഏറ്റവും ബെസ്റ്റ്. ലിവിങ്സ്റ്റൺ പറ്റിയ ഗ്രൗണ്ട് ഒക്കെ തന്നെയാണ് പിന്നെ പറയുന്നത്. പക്ഷെ എത്രത്തോളം മാച്ച് വിന്നിങ് എബിലിറ്റി ഉണ്ട്. കാരണം ഒരു 14 കളിയിൽ മേ ബി 1-2 കളി ലിവിങ്സ്റ്റന്റെ കയ്യിൽ നിന്ന് ഒരു കൺസിസ്റ്റൻസി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലെയറാണ്. ലിവിങ്സ്റ്റൺ RCB എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഇതൊക്കെ തോന്നുന്നത്. ലിവിങ്സ്റ്റൺ ഒരു ബിഗ് ഹിറ്റർ ആയിട്ട് യൂസ് ചെയ്യോ അതോ എക്സ്പീരിയൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ എന്റെ പ്രഡിക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ലിവിങ്സ്റ്റൺ അവർ മേ ബി കുറച്ച് ടോപ്പ് ഓർഡറിലേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ച് എക്സ്പീരിയൻസ് യൂസ് ചെയ്ത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കളിപ്പിക്കാൻ നോക്കുന്നതാണ്. എന്റെ ഒപ്പീനിയനിൽ ജിതേഷ് ശർമ്മനെ ഒരു ടോപ്പിൽ കളിപ്പിക്കണം. നമ്പർ 4 മാക്സ് മിനിമം നമ്പർ 4 ജിതേഷ് ശർമ്മ വന്ന് കളിക്കണം. സോ ജിതേഷ് ശർമ്മ ഒരു നമ്പർ 4 ജിതേഷ് ശർമ്മ നമ്പർ 6 പ്ലെയർ അല്ല ശരിക്കും. ഫിനിഷർ റോളില് ലിവിങ്സ്റ്റണും റൊമാരോ ഷെപ്പേർഡും ലിവിങ്സ്റ്റൺ കുർണൽ പാണ്ഡ്യനെ ഒരു ഫ്ലോട്ടർ ആയിട്ട് യൂസ് ചെയ്ത് ജിതേഷ് ശർമ്മനെ അബ്ദ് ഓർഡർ കളിപ്പിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്റെ അതന്നെ ഞാൻ പറഞ്ഞു. 3rd ആയിട്ട് രജിത്ത് വരിക, 4th ആയിട്ട് ജിതേഷ് വരിക, അതിനുശേഷം ആ ഒരു 5 ബാറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ബാറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 12th ഓവർ 13th ഓവർ വരെ അവർ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി 7 ഓവേഴ്സ് ലിവിങ്സ്റ്റൺ ഷെപ്പേർഡ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അവർക്ക് ആ ഒരു എസ്പെഷ്യലി ചിന്നസ്വാമി പോലെയുള്ള ഗ്രൗണ്ടുകളിൽ ഡെത്ത് ഓവറിൽ എത്ര റൺ കിട്ടും എന്നുള്ളത് നമ്മൾ കാണുന്നതാണ് ഇത്രയും സീസണായിട്ട്. സോ ലാസ്റ്റ് ഒരു 5 to 6 ഓവേഴ്സിൽ അവര് രണ്ടുപേരും ഒന്ന് ഫ്ലറിഷ് ആയി. അവരിൽ രണ്ടുപേരും വേണ്ട, രണ്ടുപേരിൽ ഒരാൾ ഫ്ലറിഷ് ആയിട്ട് കുത പറഞ്ഞ പോലെ ക്രൊണാല് ജസ്റ്റ് ഫ്ലോട്ടിംഗ് ആയിട്ട് നിന്ന് കൊടുത്താൽ അവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്കോർ ലാസ്റ്റ് 6 ഓവേഴ്സിൽ 80 റൺസ് മിനിമം വരും അവിടെ. വേറൊരു കാര്യം, ബാറ്റർമാരെല്ലാം റൈറ്റ് ഹാൻഡേഴ്സ് ആണ്. അതാണ് കൃണാൽ പാണ്ഡ്യക്ക് ഞാൻ അതുകൊണ്ടാണ് മനോജ് എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ ഇമ്പാക്ട് കാരണം മനോജ് മന്ദാര എനിക്ക് കൂടുതലും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അതാ ഞാൻ പറയാം, ദേവദത്ത് പടിക്കലിനേക്കാളും കുറച്ചും കൂടി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ ചാൻസ് കൂടുതൽ മനോജാണ്. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ, റൈറ്റ് ഹാൻഡ് ബോളറാണ്. അപ്പൊ പുള്ളി വന്നു കഴിഞ്ഞാൽ ഇൻ കേസ് സ്റ്റാർട്ടിങ് ഒരു ഫസ്റ്റ് ഇന്നിംഗ്സിൽ നമുക്ക് ഇമ്പാക്ട് സബ് ആയിട്ട് കൊണ്ടുവരേണ്ടി വന്നു കഴിഞ്ഞാലും സെക്കൻഡ് ഇന്നിംഗ്സിൽ ഹി ക്യാൻ ബോൾ ഓൾസോ. ഇഫ് ഇൻ കേസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ 1 or 2 ഓവേഴ്സ് അവന് കൊടുക്കണമെങ്കിൽ ആരെങ്കിലും ഇമ്പാക്ട് സബ് ആയിട്ട് വെച്ചിട്ട് അതെ അവര് ഫുൾ ടൈം ആയിട്ട് മനോജ് മന്ദാരയെ കളിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആയാലും ചാൻസ് ഉണ്ട്. സാധാരണ എപ്പോഴും ബാറ്റിംഗ് ആണ് എപ്പോഴും സ്ട്രോങ് ആയിട്ട് RCBയുടെ കാണുക. ബട്ട് ഇപ്രാവശ്യം ബോളിംഗിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ ആണെങ്കിൽ ടോം കറൻ, അൽസാരി ജോസഫ്, ലോക്കി ഫെർഗൂസൺ ആരെയൊക്കെ എടുത്തിട്ട് വന്നു ടീം. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ്. പക്ഷെ ഭുവനേഷ് കുമാർ ഈസ് 36 years old. ആ പഴയ ഒരു പേസ് ഇല്ല. സ്വിംഗ് എത്രത്തോളം ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നില്ല.
സോ ഭുവനേശ്വർ കുമാർ എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും? എനിക്ക് തോന്നുന്ന ഇനീഷ്യൽ പവർ പ്ലേ ഓവേഴ്സിൽ ആണ് നമുക്ക് കൂടുതൽ. എനിക്ക് തോന്നുന്നു മാക്സിമം 3 or 4 ഓവേഴ്സ് ഭുവനേശ്വറിന്റെ പവർ പ്ലേ തന്നെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും ബെസ്റ്റ് ആയിരിക്കും. ന്യൂ ബോൾ എന്തായാലും ഭുവനേശ്വർ കുമാർ എലോങ് വിത്ത് ഹസൽവുഡ്. അതിനുശേഷം ഡെത്ത് ഓവറിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹസൽവുഡ് ആൻഡ് യാഷ് ദയാൽ കവർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെത്ത് ഓവറിലേക്ക് ഭുവനേശ്വർ വരുമ്പോഴത്തേക്കും ഓൾഡർ ബോളിൽ ഭുവനേശ്വർ ഈ ഏജിൽ അവന്റെ മെയിൻ വെപ്പൺ എന്ന് പറയുന്നത് സ്വിംഗ് തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ ഓൾമോസ്റ്റ് 10 റൺസ് പെർ ഓവർ ആയിരുന്നു എക്കണോമി. അതെ, സോ ബെറ്റർ ടു ആ ഒരു 8 ഓവേഴ്സിൽ തന്നെ മാക്സിമം പവർ പ്ലേയിൽ തന്നെ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഒരു ഒപ്പീനിയൻ പറഞ്ഞത്. അവരൊരു ടീമിന്റെ ലൈനപ്പ് നോക്കിയിട്ട് ഒരു പക്ഷെ ഇപ്രാവശ്യം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ പിച്ചിൽ കൈൻഡ് ഓഫ് ചേഞ്ചസ് വരുത്താൻ മേ ബി RCB ടീം മേ ബി അവര് ശ്രമിക്കുന്നുണ്ട്. എങ്ങനെ ചേഞ്ച് ചെയ്താലും അതിനൊരു പരിധി ഉണ്ട് ആ ഒരു സ്റ്റേഡിയത്തിന്. അതെ, ഞാൻ പറയുന്നത് ഒരു ഭയങ്കര ലോ സ്കോറിംഗ് പിച്ച് എന്നല്ല. ഇപ്പൊ ഈ 200-220 റെഗുലർ സ്കോറിന് പകരം അവർ 180 എന്നുള്ള സ്കോറിലൊക്കെ ഒരു കംഫർട്ടബിൾ ആയിരിക്കും. കാരണം 180 എന്താ പറയാ, അവരുടെ ടോപ്പ് ഹിറ്റേഴ്സിനൊക്കെ വെച്ചിട്ട് 1-2 പ്ലേയേഴ്സ് നന്നായിട്ട് കളിച്ചാൽ തന്നെ അവർക്ക് 180 കിട്ടും. അതേപോലെ ഭയങ്കര ഡെഡ് ആവുന്നതിന് പകരം കുറച്ച് ഇപ്പൊ ഭുവനേശ്വർ കുമാർ വെച്ചാൽ ഇവരുടെ കയ്യിൽ സ്പിന്നേഴ്സ് ഇല്ല. ഓപ്പോസിറ്റ് വരുന്നത് ഇപ്പൊ RR ആയിക്കോട്ടെ, അവർക്ക് 2 ഡ്യുവൽ സ്പിന്നേഴ്സ് ഉണ്ട്. CSKക്ക് 3 സ്പിന്നേഴ്സ് ഉണ്ട്. RRന് 3, KKRന് 3 സ്പിന്നേഴ്സ് ഉണ്ട്. ലിവിംഗ്സ്റ്റൺ സ്പിൻ കളിക്കാൻ കിട്ടത്തില്ല. അടി വരില്ല. നോക്കൂ, ഒന്ന് ഭുവനേശ്വർ കുമാർ ഇസ് എ സ്വിംഗ് ബോളർ. ഓക്കെ, ഭുവനേശ്വർ കുമാറിന് പിച്ചിന്റെ കുറച്ച് ഫേവർ എന്തായാലും കിട്ടണം. ഹേസൽവുഡ് ലെങ്ത്തിന്റെ കാര്യങ്ങളിലാണ് ഇപ്പോൾ കുറച്ച് ബൗൺസേഴ്സ് ആ രൂപത്തിലുള്ള ഒരു പിച്ച് ആയിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അവർക്ക് അതിൽ ബെനിഫിറ്റ് ഉള്ളൂ. ഇത്രയും നല്ല ബോളേഴ്സ് ഉണ്ടെങ്കിലും ഇപ്പൊ ബാറ്റ്സ്മാനെ നോക്കുന്നതിനെക്കാട്ടിൽ കുറച്ചൊരു കൺസിസ്റ്റൻസി ഒന്ന് ബോളേഴ്സിൽ നോക്കുമ്പോ. പക്ഷെ നമുക്കിപ്പോ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം പ്രാക്ടീസ് മാച്ചിന്റെ കാര്യം പറഞ്ഞു. RCB ബാറ്റേഴ്സ് 320 സ്കോർ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അത് അഗെയിൻസ്റ്റ് RCB ബോളേഴ്സിനെതിരെയാണ്. അപ്പൊ നമ്മൾ പിച്ചിൽ ഓൾട്ടറേഷൻ വരുത്തുക എന്നുള്ള ഒരു സംഭവം വരുമ്പോ അത് നമുക്ക് ഡ്രോബാക്ക് ആയിട്ടും വരും, നേരെ തിരിച്ചടിക്കുള്ളൂ. സോ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് രജിത് പഠിക്കാനല്ലാതെ വേറെ ഒരു സ്പിന്ന് കളിക്കാൻ പറ്റുന്ന പ്ലെയർ ഇതിനകത്തില്ല. വിരാട് കോഹ്ലി ഇപ്പോഴും പിന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ഇതിനകത്തില്ല. പട്ടിദാർ മാത്രമേ ഉള്ളൂ. പിന്നെ പഠിക്കൽ വരികയാണെങ്കിൽ പഠിക്കൽ കുറച്ച് കളിക്കും. പഠിക്കൽ ഈ ടീമില് സ്നീക്ക് പിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല എനിക്ക്. പിന്നെ മേ ബി അവർക്ക് ഇനി ഒരു ലെഫ്റ്റ് ഹാൻഡ് ഒരു ഓർത്തഡോക്സ് ബോളർ ഇപ്പം ജേക്കബ് ബെത്തൽ ഒരു ഓപ്ഷൻ ആണ് അവർക്ക്. ജേക്കബ് ബെത്തൽ ലെഫ്റ്റ് ഹാൻഡർ ആണ്. അപ്പം ഓപ്പണിംഗിലോ അല്ലെങ്കിൽ വൺ ഡൗൺ ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജേക്കബ് ബെത്തൽ, കുർണൽ പാണ്ഡ്യ ഓൾമോസ്റ്റ് സിമിലർ ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് ബോളേഴ്സ് ആണ് രണ്ടുപേരും ഫ്ലോട്ടിംഗ് ബാറ്റേഴ്സും ആണ്. സോ ജേക്കബ് ബെത്തലിനെക്കാളും ഞാൻ എന്റെ ആസ് ആൻ RCB ഫാൻ ഐ ഓൾവേസ് പ്രിഫർ റൊമാരിയോ തന്നെയാണ്. കളിപ്പിക്കണം എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷെ അവര് അടിച്ചുവിട്ടാലോ എന്ന് വിചാരിച്ചിരുന്നു. മേ ബി സ്കോർ ചെയ്താലോ നമ്മുടെ മാനേജ്മെന്റ് അങ്ങനെയാണ്. അതെ, പിന്നെ ഫസ്റ്റ് മാച്ച് അല്ലേ. ഇപ്പൊ ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട് പ്രത്യേകിച്ചും എന്താ ഒരു എക്സൈറ്റ്മെന്റ് എന്തായാലും IPL നാച്ചുറൽ ഉള്ളതാണ്, എക്സ്പെക്ട് ചെയ്യാം. പിന്നെ രജത് പട്ടിദാറിന്റെ ക്യാപ്റ്റൻസി, ഇൻഎക്സ്പീരിയൻസ് ക്യാപ്റ്റൻ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഡൊമസ്റ്റിക്കിലെ ആള് മധ്യപ്രദേശിലാണ് തോന്നുന്നു ക്യാപ്റ്റൻ ചെയ്യുന്നുണ്ട് അല്ലെ. മേ ബി തെറ്റോന്ന് അറിയില്ല. ബട്ട് അതെ ആള് മധ്യപ്രദേശിനാണ് ആള് ക്യാപ്റ്റൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ഇതൊരു ഹൈ ക്വാളിറ്റി, നമ്മൾ IPL കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയും ഒരു ഇന്റർനാഷണൽ ഗെയിമിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് IPL എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേജ് ക്യാപ്റ്റൻ ചെയ്യാൻ രജത് പട്ടിദാർ റെഡിയാണോ? രജത് പട്ടിദാറിന്റെ ഒരു ക്യാപ്റ്റൻസി എല്ലാവർക്കും ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. രജത് പട്ടിദാർ ആണ് ഈവൻ ക്യാപ്റ്റൻ എന്നുണ്ടെങ്കിലും ഇറ്റ് വിൽ ഗോ അക്കോർഡിംഗ് ടു ദി കോഹ്ലി ഡിസിഷൻസ്, അല്ലെങ്കിൽ കോഹ്ലിന്റെ രജത് പട്ടിദാർ എന്തായാലും ഒരു ഡിസിഷൻ ഗ്രൗണ്ടിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഫോർ ദ ഫസ്റ്റ് റൗണ്ട് ഓഫ് മാച്ചസ് എന്തായാലും രജത് പട്ടിദാർ ഒരു വലിയൊരു കോൾ എടുക്കുന്ന സമയത്ത് എന്തായാലും കോഹ്ലിനോട് ഡിസ്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ലിവിങ്സ്റ്റൺ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ്. ഭുവനേശ്വർ കുമാർ ഉണ്ട്, ഹേസൽവുഡ് ഉണ്ട്. സോ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള എന്താ പറയാ, അവരെ ആ ഫ്ലോയിൽ കൊണ്ടുപോകാൻ പറ്റിയാൽ രജത് പട്ടിദാറിന് വിൽ ബി കംഫർട്ടബിൾ. അതിന് പറ്റുമെന്നുള്ള അതല്ല മെയിനായിട്ട് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കോഹ്ലി ഇപ്പൊ ക്യാപ്റ്റൻ അല്ലാത്തടത്തോളം കാലം ഒരു ഇന്ത്യൻ പ്ലെയറിനെ ക്യാപ്റ്റൻ ആക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല.
അവർക്ക് രജത് പടിദാർ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. കൃണാൽ പാണ്ഡ്യയൊക്കെ ഇപ്പൊ വന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് കുറച്ചുകൂടി മാത്രമാണ്. അല്ലാതെ ഇമോഷൻ ബേസ്ഡ് ആണ് കൃണാൽ പാണ്ഡ്യ. രജത് പടിദാർ എന്ന് പറയുമ്പോ പുള്ളി ഇപ്പൊ റീസെന്റ് നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ ബേസ് പ്രൈസിന് വന്ന് കഴിഞ്ഞ 2 സീസൺ ആയിട്ട് പുള്ളിയുടെ ഒരു Replacement ആയിക്കോട്ടെ. പെർഫോമൻസ് കൊണ്ട് അതെ പിന്നെ പുള്ളിയുടെ പെർഫോമൻസ് കൊണ്ട് മാത്രം സ്ഥിരം ഒരു ലെവലിലെ പ്ലേസ്മെന്റ് കിട്ടിയ ഒരാളാണ്. അപ്പൊ ആ ഒരു ബോണ്ടിങ് ഓൾറെഡി പുള്ളിക്ക് ഉണ്ട്. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വേറൊരു പ്ലെയറിനെ ഓപ്റ്റ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓവറോൾ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഇതിന് പറഞ്ഞ പോലെ തന്നെ ഡെഫിനറ്റ്ലി കോഹ്ലി ആയിരിക്കും ഡിസിഷൻ മേക്കർ എന്തായാലും ടീമില്. നമ്മൾ കണ്ടിരുന്നല്ലോ, നമ്മള് ചെന്നൈയില് ധോനി ക്യാപ്റ്റൻസി മാറി കഴിഞ്ഞപ്പോ എന്തായിരുന്നു സംഭവിച്ചത്, വീണ്ടും ക്യാപ്റ്റൻസി എടുക്കുക അങ്ങനത്തെ ഇനി അങ്ങനെ വല്ലതും ഉണ്ടായിക്കൂടോ എന്ന് പറയാൻ പറ്റത്തില്ലായിരിക്കും. ഡെഫിനറ്റ്ലി കാരണം കോഹ്ലി ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ചിലപ്പോ ഈ പറഞ്ഞ തന്നെ ഫസ്റ്റ് ഒരു 6 മാച്ചസിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാഫ് സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ആർസിബിയുടെ പൊസിഷൻ വെച്ചിട്ട് ചിലപ്പോ പറയാൻ പറ്റില്ല, തീരുമാനങ്ങൾ എടുത്തേക്കാം. സോ എന്താണ് റംഷാദ് പറ, 10-ൽ എത്ര മാർക്ക്? ക്വാളിഫൈ ആവുന്നുണ്ടോ ഇല്ലയോ? ക്വാളിഫൈ ആവും എനിക്ക് തോന്നുന്നു. സോ റംഷാദ് ഇതുവരെ ഏതൊക്കെ ടീമിനെ ക്വാളിഫൈ ആക്കി പറ? നമ്മളത് ലാസ്റ്റ് എപ്പിസോഡ് അല്ലേ പ്രിവ്യൂ. ഞാൻ ഡൽഹി എന്ന് പറഞ്ഞു. ഡൽഹി നല്ല ടീമാണ്, CSK നല്ല ടീമാണ്, MI ആൻഡ് CSK അല്ല RCB. റോഷൻ? MI, RCB, KKR, SRH. ഷിനു 4 ടീം: ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ ഇന്ത്യൻസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആൻഡ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഒരു ടൈറ്റ് സെമി ഫൈനൽ ലൈനപ്പ് എക്സ്പെക്ട് ചെയ്യുന്നു. ഞാൻ 3 ആളുണ്ടെന്നും ഞാൻ ഡിഫർ ചെയ്യുന്നു. RCB പ്രാവശ്യം പ്ലേ ഓഫിൽ എത്തില്ല. എന്റെ ടീം പറയാം: SRH, CSK, രാജസ്ഥാൻ റോയൽസ്. ബുംറ ഫസ്റ്റ് 6 കളിയിൽ കൂടുതൽ കളി മിസ്സായെങ്കിൽ MIക്ക് ചാൻസ് ഇല്ല. MIക്ക് പകരം ഡൽഹി ക്വാളിഫൈ ആവും. ഇല്ല, ബുംറ ഒരു 3-4 കളിക്ക് ശേഷം തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് മുംബൈ ക്വാളിഫൈ. ബട്ട് ഡൽഹി വിൽ ബി ദി KKR ഉണ്ട് അല്ലേ? സോ KKR ഐ തിങ്ക് ഈ സീസണില് ബുംറ MIയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഏറ്റവും സ്ട്രോങ് ലൈനപ്പ് ഉള്ള ടീം KKR ആണ് തോന്നുന്നു. ഞാനൊരു 6.5 മാർക്ക് കൊടുക്കണം. മിഡിൽ ഓർഡർ ഡെത്തിൽ ആര് ബോൾ ചെയ്യും? ആ പഴയ കഥ തന്നെ. ആര് ബോൾ ചെയ്യും ഡെത്തില്? RCBയിലാണോ? ഹേസൽ വുഡ് ഇല്ലടാ. ഹേസൽ വുഡ് ഫസ്റ്റ് ഫിനിഷ് ചെയ്യും, ഫസ്റ്റ് 3 ഓവർ ഫിനിഷ് ചെയ്യും. ഭൂവി ഹേസൽ വുഡ് ഇല്ല, ഫസ്റ്റ് 6 ഓവറിൽ അവർ കമ്പൈൻ ചെയ്യും. ഒരു മേ ബി ഒരു 1 ഓവർ ഐഡർ യശാല് 2 ഓവർ എന്തായാലും ഭുവനേശ്വർ കുമാർ എന്തായാലും പവർ പ്ലേ ചെയ്യും. നല്ലൊരു സ്പിന്നർ ഇല്ല, വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നർ ഇല്ല കയ്യില്. സുരേഷ് ശർമ്മ ഉള്ളത് ഒരു പരിക്കാണ്. അവര് ചാഹല് പോയതിനു ശേഷം അതിന് റീപ്ലേസ്മെന്റ് എനിക്ക് കിട്ടിയിട്ടല്ല. KKRന്റെ സ്പിന്നേഴ്സിനെ വെച്ച് സ്പിന്നർ ഒരു കമ്പാരിസൺ ഒന്നും നമുക്ക് ചെയ്യാനേ പറ്റാത്തൊരു സിനാരിയോ ആണ്. കാരണം നമ്മൾ ഈ ചിന്നസ്വാമിയിൽ 7 കളി മാത്രം നോക്കരുത്, പുറത്തൊരു 7 കളിയും കൂടി ഉണ്ട്. അവർ CSK, രാജസ്ഥാൻ, ചിന്നസ്വാമിയാണ് ഏറ്റവും വലിയ പ്രശ്നം. പഞ്ചാബ് അവിടെയൊക്കെ പോയി കളിക്കുന്ന സമയത്ത് അവിടുത്തെ പിച്ച് കുറച്ചുകൂടി സ്ലോ ആണ്. മുള്ളൻപൂരിലാണ് തോന്നുന്നത് ഇപ്രാവശ്യം പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ട്. സോ മുള്ളൻപൂർ മൊഹാലി പോലെയല്ല, കുറച്ചുകൂടി ഡിഫറെന്റ് ആണ് കണ്ടീഷൻസ്. സോ അവിടെയൊക്കെ സ്പിന്നേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സ്പിന്നർ ഇവരുടെ അടുത്തില്ല. ആകെ സ്വപ്നിൽ സിംഗ് മാത്രമല്ല, ഒരു കുർണൽ പാണ്ഡ്യ. 2 പേരും ലെഫ്റ്റ് ആം ബൗളേഴ്സ് ആണ്. ഒരു വേരിയേഷൻസ് ഇല്ല. കുർണൽ പാണ്ഡ്യ ഈ പറഞ്ഞ പോലെ ഓടി വന്ന് 130 വന്ന് എറിഞ്ഞിട്ട് പോകും. ശരിയാണ്. കുർണൽ പാണ്ഡ്യനൊന്നും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു മാച്ചിന് നമുക്ക് സ്പിന്നറായിട്ട് മിഡിൽ ഓവേഴ്സിൽ ബോൾ ചെയ്യാൻ ആളില്ല. മിഡിൽ ഓവേഴ്സിന് ഞാൻ പറഞ്ഞ ബാറ്റ് ചെയ്യാനും ആളില്ല. കാരണം ജിതേഷ് ശർമ്മ എത്രത്തോളം പെർഫോം ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കണം. കാരണം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു പഞ്ചാബിൽ കാഴ്ചവെച്ചത്. ബട്ട് ആദ്യ ഓവറിൽ കളിപ്പിക്കണം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വീണ്ടും ലിവിങ്സ്റ്റന്റെ മേലെ കളിപ്പിച്ച് ജിതേഷ് ശർമ്മനെ വീണ്ടും നമ്പർ 7 കൊണ്ടൊക്കെ ഇടും. സോ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ഓർഡർ കുറച്ചുകൂടി ഫ്രജൈലായിട്ട് എനിക്ക് തോന്നുന്നു. ബട്ട് ഈ പറഞ്ഞ പോലെ 18 നമ്പർ 18 ഈസാല കപ്പ് നമ്മുടെ എല്ലാം കൂടി ചേർന്ന് വന്ന് RCBക്ക് ഒരു RCB എപ്പോഴും അങ്ങനത്തെ കുറെ മിസ്റ്ററീസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ ഫസ്റ്റ് മാച്ച് ദേവർക്ക്
കന്നഡയില് അവരങ്ങനെ പറയാം, ഫസ്റ്റ് മാച്ച് അಲ್വാ അത് ദേവർക്ക് അഞ്ചെട്ട് അങ്ങനെയാണ് അവർ പറയാം. ഫസ്റ്റ് മാച്ച് എന്തായാലും ദേവർക്ക്. ಗೊತ್ತಿಲ್ಲ ನಮ್ಮ ಮಗನಿಗೆ. കഴിഞ്ഞ 2 സീസണിലേക്കാണ് ഇത്തവണ ഫസ്റ്റ് മാച്ച് ജയിച്ചിട്ട് കയറും. അതെ, 15 ഫസ്റ്റ് മാച്ച് KKR RCB അല്ലേ? അതെ. സോ ഓക്കെ. സോ ഫസ്റ്റ് മാച്ചില് സ്കോറിംഗ് എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് മാച്ചില് എന്തായാലും ഒരു എക്സൈറ്റ്മെന്റ് എന്തായാലും ഫസ്റ്റ് മാച്ചിന്റെ പ്രിവ്യൂ നമുക്ക് വേറെ ഇടാം. ഓക്കെ. Okay. So that's it. So RCB ക്വാളിഫൈ ആവുന്ന ഷിനു, റംഷാദ് ആൻഡ് റോഷൻ സ്ട്രോങ് ആയി പറഞ്ഞിരിക്കുന്നു. ക്വാളിഫൈ ആയാൽ എനിക്ക് സന്തോഷം, ബട്ട് എനിക്ക് എവിടെയൊക്കെ കുറെ പ്രശ്നങ്ങളുള്ള കാരണവും ബാക്കി 4 ടീം എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള കാരണവും ബാക്കി 3 ടീം ഒന്ന് ഫേവറേറ്റ് ആയതുകൊണ്ട് എന്റെ മനസ്സ് പറയണത് ക്വാളിഫൈ ആക്കണം. സോ അങ്ങനെ 4 ടീമിനെ വെച്ചുകൊണ്ട് ഞാൻ RCB ക്വാളിഫൈ ആവാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവെന്ന് പറയുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക്. സോ നമുക്ക് അടുത്ത എപ്പിസോഡ് RCB വേഴ്സസ് KKR ഓപ്പണിംഗ് മാച്ച് അതിന്റെ പ്രിവ്യൂ ആയിട്ട് നമുക്ക് കാണാം. സോ അണ്ടിൽ ദെൻ ഗുഡ് ബൈ. താങ്ക് യു ഓൾ. താങ്ക് യു.